ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. സീ നോക്കൂ, ഇതാരാണിത്? ഗോകുല് പല്ല് തേച്ചിട്ടില്ല. ഞാൻ പല്ല് തേച്ചു, ഞാൻ കുളിച്ചു, ഞാൻ ഡ്രസ്സ് മാറിയില്ല. സോ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ലൈറ്റിങ് ശരിയല്ലേ? സോ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാൻ പോകണം. ബൈ ദ വേ ഗൈസ്, നമ്മൾ നാട്ടിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഫാനിൻ്റെ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മേൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു സാരിയൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകണമെന്ന്. ബട്ട് ഐ വാസ് ലൈക്ക് നോ. ബേസിക്കലി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഓണം, വിഷു, ദീപാവലി ഇങ്ങനത്തെ പരിപാടിയൊക്കെ വന്നാൽ ഞാൻ എന്തായാലും സാരി ആയിരിക്കും. സാരി അല്ലെങ്കിൽ ഹാഫ് സാരി. സോ ഈ സാരി ഞാൻ ആക്ച്വലി എന്താ പറയുക, ഓഫീസിലേക്ക് കൊടുക്കാൻ വെച്ചിരുന്നതാണ്. പക്ഷേ ഓഫീസിൽ ഓണപരിപാടിയുടെ തലേന്ന് എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളെല്ലാവരും വീടിനടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയി തൊഴാമെന്ന് വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു അമ്പലമുണ്ട്, അവിടെയും പോയി തൊഴാമെന്ന് വിചാരിക്കുകയാണ്. അയ്യോ ഈ മാല എപ്പോഴും ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. ഹാപ്പി ഓണം. സോ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് ഇതായി അമ്പലം. വേണമെങ്കിൽ റിവൈൻഡ് അടിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിൽ പോയി തൊഴുതു. ഇനി നമ്മൾ വേറൊരു അമ്പലം, അത് ഇവിടുന്ന് വലിയ അധികം ദൂരം ഇല്ല. അപ്പം ഇവിടുന്ന് അവിടേക്ക് പോവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മളെ കുറ്റവും കാര്യങ്ങളൊക്കെ പറയും. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. വരുന്ന വഴിക്കുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിങ്ങനെ യൂഷ്വലി അവൻ ഇങ്ങനെ ഇപ്പോൾ വലിയ സെലിബ്രിറ്റിക്ക് ആയല്ലോ, അപ്പോൾ പോകുമ്പോൾ ആരെങ്കിലും ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ടേ അവനിങ്ങനെ ഫോണൊക്കെ എടുത്തോന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളൊക്കെ പയ്യെ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങി. ഇപ്പം നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം എന്താവുന്ന. ഹാപ്പി ഓണം ഗായ്സ്, എല്ലാവരും ഓണം അടിപൊളിയാക്ക്. ഓണം കഴിഞ്ഞല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഓണം ഓണസ്റ്റ്ലി ഇന്ന് ഫുൾ ഡേ കുറച്ചധികം ഹെക്റ്റിക് ആയിരുന്നു. കാരണം നമ്മൾ ഒരു അമ്പലത്തിൽ പോയി, ഇവിടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ. പിന്നെ നമ്മൾ കുടുംബ അമ്പലത്തിൽ പോയി. നമ്മുടെ കുടുംബ അമ്പലമാണ്. യെസ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ കഴിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പം സമയം ഏകദേശം 10:39. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. രാവിലെ ആസ് യൂഷ്വൽ ഇങ്ങനത്തെ ഓണം, പിന്നെ എന്തെങ്കിലും കല്യാണം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും മേജർ പരിപാടികൾ വരികയാണെങ്കിൽ രാവിലെ എപ്പോഴും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയായിരിക്കും. ഇഡ്ഡലി ആയിരിക്കും. ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ? ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഞാൻ എന്തെടുത്താലും ഫൈനലി ഐ എൻഡ് അപ്പ് വെയറിങ് പിങ്ക്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് യാ. So I don't know if this is going to be a very long vlog. Probably it's going to be 5 minutes, 6 minutes or maximum 10-minute vlog. But I wanted to shoot something really bad for Onam. Yeah, so let's see. Also, happy Onam to all of you. ഓണമായിട്ട് നമുക്ക് നമ്മളുടെ കൂടെ ആസ് യൂഷ്വൽ ഗോകുലുണ്ട്. ഗോകുൽ, ഓണമായിട്ട് എന്താണ് പറയാനുള്ള ആൾക്കാരോട്? ഓബ്വിയസ്ലി യു ഹാവ് വിഷ്ഡ് ഹാപ്പി ഓണം. ഓണാശംസകൾ അല്ലാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്താ ആൾക്കാരോട് പറയാനുള്ളത്? ഞാനൊരു പാട്ട് പാടാം. ഉത്രാടപ്പൂനിലാവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ
ഉത്രാടപ്പൂനിലാവേവാ. താങ്ക് യു. നോക്കൂ നമ്മുടെ ക്യൂട്ട് പൂക്കളം. ഗൈസ് വന്നിട്ടുണ്ടല്ലോ എൻ്റെ എല്ലാ വ്ളോഗിലും എൻ്റെ ഇങ്ങനത്തെ കുറേ ഷോർട്സ് ഉണ്ടാവും. വേറെ ഐ എം സൂമിങ് മൈ സെൽഫ് ലൈക്ക് ദിസ്, ഷൂസ് ഇങ്ങനത്തെ കുറേ എക്സ്പ്രഷൻസ്. എന്തോ എവിടെയോ ഒരു തകരാറുള്ള പോലെ. സോ ഗൈസ് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങോട്ട് നോക്കണ്ട, ഡോണ്ട്. അപ്പോൾ ഇത് അച്ഛൻ്റെ വീടാണ്, ഐ മീൻ നമ്മുടെ വീടാണ്. ബേസിക്കലി അച്ഛൻ്റെ സ്ഥലത്താണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഗെറ്റിംഗ് ടു കോംപ്ലിക്കേറ്റഡ്. നമ്മൾ അമ്മയുടെ വീട്ടിലോട്ട് പോവും. അവിടുന്ന് നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് ഇന്ന് പോകും. ബിക്കോസ് നാളെ നമുക്ക് വർക്കിന് പോകേണ്ടതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് തകഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അല്ലേ അമ്മേ? അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണോ പോവാൻ? അല്ല, അമ്മ എക്സൈറ്റഡ് അല്ല ഗൈസ്, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുള്ളതാ. നല്ല പാട്ട് വെക്കാവോ? എന്തിനാ ഈ പഴയ പാട്ടൊക്കെ വെക്കുന്നത്? പഴയ പാട്ട് അറ്റ്ലീസ്റ്റ് നല്ല പാട്ട് എന്തെങ്കിലും വെക്കാവോ ഗൈസ്? ഓക്കെ ഗൈസ്, എല്ലാവരും എന്നെ ഇഗ്നോർ ചെയ്തു. ബൈ. നമ്മൾ തകഴി എത്തിയിരിക്കുന്നു. ഗോകുൽ വരുന്നുണ്ട് പുറകിൽ, പക്ഷെ എന്നെ മൈൻഡ് ചെയ്യാതെ പോയി. സോ യുനോ ഇവിടെ കുറെ പച്ചപ്പും ഹരിതാപവും ഉണ്ട്. യു സീ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് മുകളിലോട്ട് പോവാം. ബിക്കോസ് മുകളിൽ കോവിഡിൻ്റെ ടൈമിൽ ഞാൻ മുകളിലിരുന്ന് കുറച്ച് ടിക്ടോക്ക് ചെയ്തിരുന്ന സ്ഥലമുണ്ട്. ആക്ച്വലി പഴയ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഐ ഫൊഗോട്ട് ടു ഷൂട്ട് ഇറ്റ്. ലെറ്റ്സ് സീ. ഇവിടെയായിരുന്നു ഞാൻ എൻ്റെ ടിക്ടോക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നല്ല ലൈറ്റിംഗ് ആണ് ആക്ച്വലി. ഇവിടെ അവിടെ വാഷ്റൂമാണ്. ഇവിടെ ഇത് ലോക്ക്ഡ് ആണോ? Dude, this is locked. Why is this locked? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി തുറന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ കാണിച്ച സ്ഥലവും ഇവിടെയും നമ്മൾ ടിക്ടോക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യായിരുന്നു. ബിക്കോസ് ഇവിടുത്തെ ലൈറ്റിംഗ് വാസ് റിയലി നൈസ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലൈറ്റിംഗ് വെരി ബാഡ് ആയിരിക്കും. ഇവിടെ പക്ഷേ നല്ല സൺലൈറ്റ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെ കിട്ടുമായിരുന്നു. സോ പ്രിറ്റി മച്ച് ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എവിടെ പോയാലും എൻ്റെ പല ആംഗിൾസിലുള്ള ഫേസ് എക്സ്പ്രഷൻസൊക്കെ നിങ്ങളെ കാണേണ്ടി വരും. ബൈ. നമ്മളോട് ഇവിടുന്നും സദ്യ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സദ്യ കഴിക്കണമല്ലോ, കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഉരുള കഴിക്കാം. ബിക്കോസ് അവിടുന്ന് നമ്മൾ കഴിച്ചു. നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടാണ് കഴിച്ചത്, അത്യാവശ്യം ഹെവി ആയിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തളർന്നു പോകും. സോ നമുക്ക് കുറച്ച് കഴിക്കാം.
കണ്ടോ ഗൈസ്, സദ്യ നമ്പർ 2. ഗൂഗിൾ ആസ് യൂഷ്വൽ മുകളിൽ പാടുകയാണ്. നമ്മൾ കുറേ നേരം അവനെ വിളിച്ചു. ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇനിയും വിളിക്കുന്നില്ല. അവൻ വരട്ടെ. ഗൈസ്, രണ്ടാമത്തെ സദ്യ കഴിച്ചു കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. ഹായ് ഗൈസ്, നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു. എന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയി. ആക്ച്വലി ഇതാരാന്ന് ആള് പറയും. ആളുടെ പേര് പറയൂ. എന്താ? ഓ, കനിഹ എന്നാണ് അവളുടെ പേര്. ഓക്കെ, കനിയോ എന്നാണ് അവളുടെ പേര്. വീട്ടിൽ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ഓക്കെ, വീട്ടിൽ നമ്മൾ വിളിക്കുന്ന പേര് അമ്മിണി എന്നാണ് ഗൈസ്. ഒരു ഹാപ്പി ഓണം പറയോ? ഹാപ്പി ഓണം പ്ലീസ്. ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ, അപ്പം ഓണമായിട്ട് ഗൈസ് നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സാണ്, അമ്മയുടെ സൈഡിലുള്ള റിലേറ്റീവ്സാണ്. അവരുടെ വീട്ടിലൊക്കെ പോയി. പിന്നെ നമ്മൾ അമ്മേനെയായിട്ട് കുറേ നേരം കളിച്ചു, നടന്നു. ഗൂഗിൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഈസ്തറ്റിക്സ് രീതിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ലാസ്റ്റ് ടൈം ഐ വെന്റ് ദെയർ, ഞാൻ അധികം ഇപ്പോൾ നാട്ടിൽ പോകാറില്ല, പക്ഷേ ഇത് ലാസ്റ്റ് ടൈം ഐ വെന്റ് ദെയർ ഇത്രയും അധികം ചെടികളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദിസ് ടൈം ഞാൻ പോയ സമയത്ത് കുറേ ചെടികൾ, ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നീ ഡാൻസ് കളിക്കാവോ? ഹേ ബനാനെ ഒരു പൂ തരാമോ, ഹേ ബനാനെ ഒരു പാൽ തരാമോ, ഹേ ബനാനെ ഒരു പൂ തരാമോ. എനിക്ക് ഗായ്സ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. അമ്മിണിക്കുട്ടിയും അമ്മുമ്മയും പുറത്തിരിക്കുന്നുണ്ട്. ബൈ. ഓക്കെ ഗായ്സ്, സോ നമ്മള് ഇപ്പോ അമ്മ വീട്ടിൽ പോയിട്ട് തിരിച്ച് പിന്നെയും നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമായ ആചാരങ്ങളല്ലേ. നമ്മൾ പിന്നെ ഓരോരോ വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഓണം ആകുമ്പോഴാണ് നമ്മൾ ഈ റിലേറ്റീവ്സിനെ ഒക്കെ കാണുന്നത് എല്ലാവരെയും മര്യാദയ്ക്ക്. അപ്പം നമ്മളുടെ ചെറിയ അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പം അവരെയൊക്കെ കാണുമ്പോൾ എല്ലാവരെയൊക്കെ കാണും. അപ്പം നമുക്കൊരു സന്തോഷം അല്ലേ. ഗൂഗിൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നു. ഗൂഗിൾ എന്താ പറയാനുള്ളത്? പണിയുണ്ട്, സൈറ്റിലൊക്കെ പോണേ, ജോലി ചെയ്ത് ജീവിക്കട്ടെ. ആർക്കിടെക്ട് ആകുമ്പോഴത്തെ ഓടുന്ന വണ്ടി ഡോറ് തുറന്ന് ചാടി ഇറങ്ങും. ഗൈസ്, നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ അപ്പച്ചിയൊക്കെ സർപ്പത്തിൽ പോയിരിക്കുകയാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. സോ അവര് വരും, എന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറും, എന്നിട്ട് നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോകും. സോ ഏകദേശം നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാറായി. ദിസ് നോ നത്തിങ് മച്ച് ടു ബി ഷോൺ. സോ നമ്മൾ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാരും പായസം ഒക്കെ കുടിക്കുവാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? And we're leaving. Like I told you, there's nothing much. ബാക്കി നമ്മളെല്ലാം വൈൻഡ് അപ്പ് ചെയ്തു. നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോവാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് വെരി ലേറ്റ്. പക്ഷെ നാളെ എനിക്ക് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് വി ആർ ലീവിങ് ടുഡേ. നാളെ എനിക്ക് ലീവ് എടുക്കാൻ വേറെ there's no way I can take leave. So that's it guys. Happy Onam. I don't think I'll be filming anything because it's going to be very dark, right? And I hope you all like the vlog. If you did, give it a thumbs up. And കിഴങ്ങ് പായസമാണ് ഗൈസ്. അതെ, കിഴങ്ങ് പായസം. ബൈ ദ വേ ഗൈസ്, അമ്മ കിഴങ്ങ് പായസം ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്തില്ല ഗൈസ്, എല്ലാവരും. അപ്പം അതുകൊണ്ട് on that note, bye.